അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 16-ാം യൂണിറ്റിലെ മൂന്നാമത്തെ ടെക്സ്റ്റാണ് നമുക്ക് നോക്കാനുള്ളത്. കൈഫ തഹ്സനു ദാക്കിറതക, എങ്ങനെയാണ് നിങ്ങളുടെ മെമ്മറി ഇംപ്രൂവ് ചെയ്യുക. ആദ്യ പാരഗ്രാഫിൽ പറയുന്നത്, നമ്മുടെ ഓരോരുത്തരുടെയും ഐഡൻറ്റിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് നമ്മുടെ ഓർമ്മശക്തി എന്നുള്ളത്. നമ്മുടെ വയസ്സ് അധികരിക്കുന്നതും വയസ്സിങ്ങനെ കൂടുന്നതിനനുസരിച്ച് പലപ്പോഴും നമ്മുടെ ഓർമ്മശക്തി ഇല്ലാതായി പോകാറുണ്ട്. അധികം വയസ്സ് ചെന്ന ആളുകൾക്ക് അവരുടെ ഓർമ്മകളിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളത് കൂടുതൽ പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറുന്നുണ്ട്. അവരുടെ പഴയ ജീവിതത്തിലേക്ക് അവർക്ക് സ്വതന്ത്രമായിട്ട് തിരിച്ചു പോകാൻ കഴിയുന്നില്ല. അവർക്ക് ഓർമ്മകളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നീട് അടുത്ത പാരഗ്രാഫിൽ പറയുന്നത്, ഒരു ഗുഡ് ന്യൂസ് എന്നുള്ളത്, നമ്മുടെ ഇന്നത്തെ കാലത്തെ സയൻറ്റിസ്റ്റുകൾ മനുഷ്യൻ്റെ അമേസിങ് ആയിട്ടുള്ള ആ ഒരു ആ ബ്രെയിനിനെ എങ്ങനെ മാറ്റിയെടുക്കാം, അതിൻ്റെ മാറ്റിയെടുക്കാൻ എത്ര കപ്പാസിറ്റി, ആ കപ്പാസിറ്റീനെ നമ്മുടെ ബ്രെയിനിൻ്റെ കപ്പാസിറ്റിയെ എങ്ങനെ അധികരിപ്പിക്കാം, അങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ളതിൽ കൂടുതൽ പഠനങ്ങൾ അവർ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ ദിവസവും നമ്മുടെ ബ്രെയിനിൽ പുതിയ ന്യൂറൽ കണക്ഷനുകൾ എങ്ങനെ വളർത്തിയെടുക്കാം എന്നും അവർ പഠിക്കുന്നുണ്ട്. വയസ്സായ പ്രായത്തിലും ഇങ്ങനെ കൂടുതൽ ന്യൂറൽ കണക്ഷനുകൾ ബ്രെയിനിൽ ഉണ്ടാക്കിയെടുക്കാം, അത് മുഖേന എങ്ങനെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാം എന്നൊക്കെ ഇന്നത്തെ കാലത്ത് പഠന വിധേയമായിട്ടുണ്ട്. ഈ ഒരു കോൺസെപ്റ്റ് ഇന്ന് അറിയപ്പെടുന്നത് മുറുനത്തുൽ അസബിയ എന്ന് പറയും, അഥവാ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയും. ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റിയിലുള്ള നമുക്ക് മനസ്സിലാക്കിയിട്ട് അതിനുള്ള ഗവേഷണത്തിലൂടെ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്നുള്ളത്, നമ്മുടെ മെമ്മറിയുടെ കപ്പാസിറ്റി എന്നുള്ളത് അതൊരിക്കലും ഒരു ഫിക്സഡ് ആയിട്ടുള്ളൊരു കാര്യമല്ല, മറിച്ച് പ്ലാസ്റ്റിക് പോലെ അത് കൂടുതൽ ഫ്ലെക്സിബിൾ ആണ്. ഇനി അടുത്തതായിട്ട് താഴെ കുറച്ച് ടിപ്സ് നൽകുന്നുണ്ട്, കുറച്ച് ടിപ്സ് നൽകുന്നുണ്ട്. ആ ടിപ്സിലൂടെ നമുക്ക് നമ്മളെ ബുദ്ധിയുടെയും ഓർമ്മയൊക്കെ കൂടുതൽ യുവത്വമാക്കി വെക്കാനും അതുപോലെ തന്നെ ആരോഗ്യമാക്കി വെക്കാനും കഴിയും. ഒന്നാമതായിട്ടുള്ളത് തഅല്ലുമു ശൈഅൻ ജദീദ, പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുക. നമ്മുടെ മെമ്മറി എന്നുള്ളത് നമ്മുടെ മസിലുകളെ പോലെ തന്നെയാണ്. അത് എത്രത്തോളം ഉപയോഗിക്കുന്നതോ അത്രത്തോളം അതിൻ്റെ ശക്തിയും അധികരിക്കും. പക്ഷേ എല്ലാ ദിവസവും നമുക്ക് ഒരേ വെയിറ്റ് തന്നെ ഉയർത്തിയത് കൊണ്ട് നമ്മളെ ഒന്നും വർദ്ധിക്കില്ലല്ലോ. അതാ വെയിറ്റ് ലിഫ്റ്റിംഗ് ആണെങ്കിലും മസിലൊക്കെ ബിൽഡ് ചെയ്യാൻ എല്ലാ ദിവസവും ഒരേ വെയിറ്റ് തന്നെ ഉയർത്തിയിട്ട് കാര്യമില്ല. അതേപോലെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമുണ്ട്, ഓരോ ദിവസവും നിരന്തരമായിട്ട് പുതിയ ചാലഞ്ചുകളിൽ നമ്മുടെ ബുദ്ധിയെ നമ്മൾ എന്ത് ചെയ്യണം, കൊണ്ടുചെന്ന് നിർത്താൻ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ പുതിയ ചാലഞ്ചുകൾ നമ്മൾ ഏറ്റെടുക്കണം, പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. പുതിയ സ്കില്ലുകൾ പഠിക്കുക എന്നുള്ളത് നമ്മുടെ മെമ്മറി ശക്തിയെ കൂടുതൽ പവർഫുള്ളാക്കാൻ ഉപയോഗപ്പെടുന്ന ഏറ്റവും നല്ല വഴിയാണ് എന്ന് എണ്ണപ്പെടുന്നുണ്ട്. ഇത്തരത്തിൽ നമ്മുടെ ബ്രെയിനിനെ നമുക്ക് ആക്റ്റീവ് ആക്കാൻ കഴിയുന്ന ഒരുപാട് ആക്ടിവിറ്റികൾ നമ്മുടെ മുമ്പിലുണ്ട്. നമുക്കതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ചൂസ് ചെയ്യാനും കഴിയും. പക്ഷേ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്നുള്ളത്, ഇതിലേതെങ്കിലും നമ്മൾ ചോയ്സ് ചെയ്താണ് നമ്മൾ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ഒരു മിൻതഖത്തു റാഹ, അഥവാ നമ്മുടെ കംഫർട്ട് സോൺ, ആ കംഫർട്ട് സോണിൽ നിന്ന് നമ്മൾ പുറത്തു വരാൻ എന്ത് ചെയ്യണം, നമ്മൾ സ്വയം ഫോഴ്സ് ചെയ്യണം. അതേപോലെ തന്നെ ഈ ഒരു കാര്യത്തിൽ പൂർണ്ണമായിട്ടുള്ള ഫുൾ അറ്റൻഷൻ കൊടുക്കാനും നമ്മൾ എന്ത് ചെയ്യണം, കമാൻഡ് ചെയ്യണം. നമ്മൾ ഫുൾ അറ്റൻഷൻ ഈ ഒരു മേഖലയിൽ കൊടുക്കുകയും വേണം. നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം. നമ്മുടെ ബ്രെയിനിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്ന ചില ആക്ടിവിറ്റികൾ നമുക്ക് നോക്കാം. ഒന്നാമതായിട്ടുള്ളത് തഅല്ലുമു ആദാത്തിൽ ജദീദ, പുതിയ ഇൻസ്ട്രുമെൻസുകൾ ഉപയോഗിക്കാൻ പഠിക്കുക. അതേപോലെ തന്നെ രണ്ടാമത് സൻഉൽ ഫഖാർ, ഈ പോർട്ടറികൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ നിർമ്മിക്കാൻ പഠിക്കുക. അതേപോലെ തന്നെ മൂന്നാമതായിട്ടുള്ളത് അൽ ആബുൽ ആക്കൽ, അഥവാ മെയിൻ ഗെയിമുകൾ കളിക്കുക. ഏതുപോലെ സുഡോക്കോ അല്ലെങ്കിൽ ഷത്റഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെസ്സാണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ പുതിയ ഭാഷകൾ പഠിക്കുക. ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. രണ്ടാമതായിട്ടുള്ള ടിപ്പായിട്ട് വരുന്നത് ലാ തൽജഅ ഇലാ ഖൗലി അലൽ ഫൗർ, നമ്മൾ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും കാര്യം കിട്ടാതായി കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിളിലേക്ക് എന്ത് ചെയ്യരുത്, തിരിഞ്ഞു പോകരുത്. നമ്മൾ എന്ത് കാര്യം കിട്ടാതായി കഴിഞ്ഞാലും നേരെ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യരുത്. മറിച്ച് നമ്മൾ സ്വയം തന്നെ അത് ചിന്തിച്ച് നമുക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കണം. ഇന്നത്തെ കാലത്ത് ടെക്നോളജിക്ക് അതിൻ്റേതായിട്ടുള്ളൊരു സ്ഥാനമുണ്ട്. പക്ഷേ ഈ ടെക്നോളജി നമ്മളെ കൂടുതൽ മെൻ്റലി മടിയന്മാരാക്കി, കൂടുതൽ മെൻ്റലി മടിയന്മാരാക്കി തീർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം കിട്ടാതാവുമ്പോൾ നമ്മുടെ ഫോൺ എടുത്ത് നമ്മൾ സിരിയോടോ അല്ലെങ്കിൽ ഗൂഗിളിനോടൊക്കെ ചോദിക്കുന്നതിന് മുമ്പ് ആ കാര്യം ഓർമ്മപ്പെടുത്താൻ നമ്മുടെ ബുദ്ധി കൊണ്ട് തന്നെ നമ്മുടെ മാലൂമാത്തിൽ നിന്ന് അതിനെ ഓർത്തെടുക്കാൻ നമ്മൾ തന്നെ ആദ്യം ഒന്ന് പരിശ്രമിക്കണം. എന്നിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യാൻ പാടുള്ളൂ. ഇത്തരത്തിലുള്ളൊരു പ്രോസസ്സ് നമ്മുടെ ബ്രെയിനിലുള്ള ന്യൂറൽ പാത്തുകളെ ശക്തിപ്പെടുത്താൻ നമുക്ക് സഹായകമാകുന്നുണ്ട്. മൂന്നാമതായിട്ടുള്ളത് അവയ്ക്ക് മുൻലമ, നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, ഒരു ഓർഗനൈസറായിട്ട് ഉണ്ടായിരിക്കണം. ഒരു ഓർഗനൈസറായിട്ടുള്ള വ്യക്തിക്ക് കാര്യങ്ങൾ ഓർത്തെടുക്കാൻ വളരെയധികം സിമ്പിളായിരിക്കും.
നമ്മൾ ഈ ഓർമ്മകളെ ഓർത്തെടുക്കുന്നതിൽ നമുക്ക് ഒരുപാട് നല്ല ഉപയോഗം ചെയ്യുന്ന ഒരു ടൂളാണ് ഖവായിമുൽ മുറാജ അഥവാ ചെക്ക് ലിസ്റ്റുകൾ എന്നുള്ളത്. ഈ ചെക്ക് ലിസ്റ്റുകൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കാര്യങ്ങളെ ഓർത്തു വെക്കാൻ കഴിയും. ഈ ചെക്ക് ലിസ്റ്റുകൾ എഴുതി വെക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത് യഥവിയൻ നമ്മൾ കൈകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, നമ്മൾ എഴുതണം. നമ്മൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് പകരം കൈകൊണ്ട് തന്നെ ഇത് എഴുതി വെക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ എഴുതിയത് നമുക്ക് ഓർത്തെടുക്കാൻ കൂടുതൽ സാധ്യതയുണ്ട്. നമ്മൾ കൈകൊണ്ട് എഴുതി കഴിഞ്ഞാൽ അത് നമുക്ക് കൂടുതൽ ഓർമ്മയിലുണ്ടാവും. നാലാമതായിട്ട് വരുന്നുള്ളത് അന്നൗമു അലാ ജദ്വലിൻ മുൻതദിമിൻ, റെഗുലർ ആയിട്ടുള്ള ഒരു ടൈം ടേബിളിൽ നമ്മുടെ ഉറക്കത്തെ ക്രമീകരിക്കുക എന്നുള്ളതാണ്. അഥവാ എല്ലാ ദിവസവും രാത്രി ഒരേ സമയത്ത് തന്നെ നമ്മൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ ബെഡ്റൂമിലേക്ക് പോവുക. അതേപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ ഒരേ സമയത്ത് തന്നെ നമ്മൾ എഴുന്നേൽക്കുക. ആ കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിളിൽ നമ്മുടെ ഉറക്കത്തെ ക്രമീകരിക്കുക. നമ്മുടെ ഈ ഒരു ഉറക്കത്തിൻ്റെ ക്രമീകരണം നമ്മുടെ ഈ വീക്കെൻഡുകളിലോ അല്ലെങ്കിൽ മറ്റ് സമയങ്ങളിലൊന്നും നമ്മുടെ ഈ റൊട്ടീനെ നമ്മൾ ഒരിക്കലും പൊളിച്ച് കളയാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. ഈ റൊട്ടീൻ ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഇത്തരത്തിൽ നല്ലൊരു ക്വാളിറ്റി ഉറക്കം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് വളരെയധികം ഉപയോഗപ്പെടും. അപ്പോൾ ഇത്തരത്തിൽ ചെയ്യൽ കൊണ്ട് നല്ല ടൈം ടേബിൾ വെച്ചാണ് ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്കെന്താണ് നമ്മുടെ ഉറക്കത്തെ കൂടുതൽ നന്നാക്കി എടുക്കാൻ കഴിയും. അടുത്തതായി അഞ്ചാമതായിട്ടുള്ളതാണ് തജന്നുബ് ഷാഷാത്തി സാത്യാർത്ഥി കബലന്നവും. നമ്മുടെ ഉറക്കത്തിൻ്റെ മുമ്പ് ബ്രൈറ്റ് ആയിട്ടുള്ള സ്ക്രീനുകളെ ഒഴിവാക്കുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ സെൽഫോണുകളിൽ നിന്നും അതുപോലെ തന്നെ ടി വികളിൽ നിന്നും നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീനുകളിൽ നിന്നൊക്കെ അതിൽ നിന്നൊക്കെ വരുന്ന ബ്ലൂ ലൈറ്റുകൾ, ഈ ബ്ലൂ ലൈറ്റുകൾ നമ്മളെ മെലാറ്റോണിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ മെലാറ്റോണിൻ എന്ന് പറയുന്നത് നമ്മുടെ ഉറക്കത്തിൻ്റെയും ഉണർവിൻ്റെയും ഒക്കെ സൈക്കിളിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഹോർമോണാണ്. ഈ ഹോർമോൺ മെലാറ്റോണിൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ഉറക്കത്തിൻ്റെ ക്വാളിറ്റിയെ ബാധിക്കും. അതുപോലെ തന്നെ വളരെ മോശമായിട്ട് റെഗുലേറ്റ് ചെയ്തിട്ടുള്ള വളരെ മോശമായിട്ട് ടൈം ടേബിൾ ചെയ്തിട്ടുള്ള ഒരു മോശം ഉറക്കത്തിൻ്റെ സൈക്കിളാണ് നമുക്കുണ്ടെങ്കിൽ, കറക്റ്റായിട്ടുള്ള ഉറക്കം കിട്ടുന്നില്ലെങ്കിൽ അത് നമ്മുടെ ഉറക്കത്തിൻ്റെ ക്വാളിറ്റിയെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ടാവും. ഇങ്ങനെ നല്ല ഉറക്കം കിട്ടാതാവുമ്പോൾ അല്ലെങ്കിൽ ഈ ഉറക്കത്തിൻ്റെ മുമ്പ് മെലാറ്റോണിൻ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റെസ്റ്റും അതേപോലെ തന്നെ നമ്മുടെ ഉറക്കമൊക്കെ വേണ്ട രീതിയിൽ ഇല്ലാതെയായി പോകും. അത് മതിയായ അളവിൽ ഇല്ലാതെയായി പോകും. അങ്ങനെ ഇല്ലാതായി കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിലുള്ള ന്യൂറൽ സെല്ലുകൾക്ക് അത് ഓവർലോഡായി പോകും, ഓവർ വർക്കഡായി പോകും. കാരണം ന്യൂറൽ സെല്ലുകൾ എന്നാൽ നമ്മുടെ ഉറങ്ങുന്ന സമയത്തും ആ മെലാറ്റോണിൻ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിലുള്ള ന്യൂറൽ സെല്ലുകൾക്ക് അപ്പോൾ റെസ്റ്റ് കിട്ടില്ല. അത് ഉറങ്ങുന്ന സമയത്തും വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരിക്കും, റെസ്റ്റ് കിട്ടാതെയായി പോകും. അങ്ങനെ റെസ്റ്റ് കിട്ടാതായി കഴിഞ്ഞാൽ നമ്മുടെ മാലൂമാത്തുകൾ, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഇൻഫർമേഷനൊന്നും ഈ നമ്മുടെ ബ്രെയിനിന് കോർഡിനേറ്റ് ചെയ്യാൻ കഴിയാതെയാവും. അതേപോലെ തന്നെ നമ്മുടെ ഒരു ഓർമ്മകളിലേക്ക്, മെമ്മറിയിലേക്ക് നമ്മളെന്താണ് ഓർത്ത് നോക്കുക, അതിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് കൂടുതൽ പ്രയാസകരമായിട്ടുള്ള കാര്യമാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ഉറങ്ങുന്നതിൻ്റെ ഏകദേശം 1 മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ ഈ ഒരു നമ്മുടെ ഡിവൈസുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, സ്വിച്ച് ഓഫ് ചെയ്യണം അല്ലെങ്കിൽ ടേൺ ഓഫ് ചെയ്യണം. എന്നിട്ട് നമ്മുടെ ബുദ്ധിക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ബുദ്ധിയെ നമ്മൾ സ്വതന്ത്രമായിട്ട് വിടണം. ആ സമയത്ത് ഒരിക്കലും നമ്മൾ സ്ക്രീനിലേക്ക് നോക്കാനോ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാനോ പാടില്ല. അത് നമ്മുടെ ഉറക്കത്തെ ബാധിക്കും. നല്ല ക്വാളിറ്റിയുള്ള ഉറക്കമില്ലാതായി കഴിഞ്ഞാൽ നമുക്കെന്താണ് കൂടുതൽ നമ്മുടെ ബ്രെയിനും കാര്യങ്ങളൊക്കെ ഡള്ളാവും. അതുപോലെ തന്നെ നമ്മുടെ ഓർമ്മശക്തിയും നശിച്ചു പോകും. ആറാമതായിട്ട് വരുന്നതാണ് തനാവുൽ മസീദി മിൻ ഹാദിഹിൽ അത്ഇമ. താഴെ പറയാൻ പോകുന്ന ഭക്ഷണങ്ങൾ, ആ ഭക്ഷണങ്ങളിൽ നിന്ന് കൂടുതൽ ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഭക്ഷണത്തിലും വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട്. താഴെ കൊടുത്തിരിക്കുന്ന ഭക്ഷണങ്ങൾ എന്ത് ചെയ്യുക, കഴിക്കാൻ ശ്രമിക്കുക. ഒന്നാമതായിട്ടുള്ളത് അൽ അത്ഇമത്തുൻ നബാത്തിയ, സസ്യാഹാരങ്ങളാണ്. പ്രത്യേകിച്ചും ഹദാറുൽ വറഖിയ, ഈ ലീഫി അഥവാ ഇല ഐറ്റംസ് ഉണ്ടാവുമല്ലോ, ചീര പോലെയുള്ള ഇലക്കറികൾ, ആ ഇലക്കറികളും അതേപോലെ തന്നെ ബെറീസൊക്കെ കൂടുതൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ രണ്ടാമത് കുല്ലുൽ ഹബൂബി, എല്ലാ ധാന്യങ്ങളും, നല്ല ധാന്യങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ബക്കൂലിയാത്ത്, ലഗൂൺസ് എന്ന് പറയും, അല്ലെങ്കിൽ നമുക്ക് ചീര പോലെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ അൽ മുക്കസറാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നട്ട്സുകളും കൂടുതൽ കഴിക്കുക. അതേപോലെ തന്നെ ദജാജുൻ ഔ ദീഖുൻ റൂമിയൻ, ഒന്നിൽ നമ്മൾ സാധാ കോഴിയോ അല്ലെങ്കിൽ ദീഖുൻ റൂമിയൻ ടർക്കിഷ് കോഴിയോ ഒക്കെ കഴിക്കാം. അതേപോലെ തന്നെ ജെയ്ത്തൂൻ, നമ്മുടെ ഒലീവ് ഓയിലും അതേപോലെ ജൗസ് ഹിന്ദ് അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ, ഇതൊക്കെ നന്നായിട്ട് ഉപയോഗിക്കുക. അതേപോലെ തന്നെ അൽ ആഷാബു, ഈ ഹെർബുകൾ, അതേപോലെ തന്നെ വത്തവാബിൽ, സ്പൈസസുകൾ, ഇതൊക്കെ നന്നായിട്ട് ഉപയോഗിക്കുക. അവസാനമായിട്ടുള്ളത് അൽ അസ്മാഖു ദഹനിയ, ഈ ഫാറ്റി ആയിട്ടുള്ള മീനുകൾ ഉണ്ടാവും. ആ മീനുകൾ ഇതുപോലെ സാൽമൺ പോലെ അല്ലെങ്കിൽ സാഡിൻ പോലെ
അങ്ങനെയുള്ള നല്ല നല്ല മീനുകൾ ഉപയോഗിക്കാം. ഇതൊക്കെ നമുക്ക് ഭക്ഷിക്കാവുന്നതാണ്. ഇതൊക്കെ ഭക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഓർമ്മശക്തി ഉണ്ടാവാൻ നമ്മളെ സഹായിക്കും. അതേപോലെ തന്നെ ഏഴാമതായിട്ടുള്ളത് കല്ലിൻ മിൻ തനാവുലി ഹാദിൽ അത്അഇമ. താഴെ പറയുന്ന ആ ഒരു ഭക്ഷണങ്ങൾ കൂടുതൽ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ കുറച്ച് മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഒന്നാമതായിട്ടുള്ളത് അസുക്കർ, പഞ്ചസാരയാണ്. രണ്ടാമത് അൽ അത്അഇമത്തുൽ മസ്നിയ, ഈ പ്രൊസസ്ഡ് ഫുഡുകൾ ഉണ്ടാവില്ലേ, ജങ്ക് ഫുഡുകളൊക്കെ. അതേപോലെ തന്നെ മൂന്നാമതായിട്ടുള്ളത് സുബുദ, ബട്ടറാണ്. നാലാമതായിട്ടുള്ളത് ലഹ്മുൻ അഹ്മർ, റെഡ് മീറ്റ് എന്ന് പറയും. അഥവാ നമ്മുടെ കൂടുതൽ ബീഫ് കാര്യങ്ങളൊക്കെ കഴിക്കാം, പക്ഷേ എന്നാൽ കൂടുതലാവരുത്. അതേപോലെ തന്നെ അഞ്ചാമതായിട്ടുള്ളത് അൽ അത്അഇമത്തുൽ മഖ്ലിയ, അതെന്ന് പറഞ്ഞാൽ ഫ്രൈഡ് ഐറ്റംസ്, ഈ പൊരിച്ച സംഭവങ്ങളൊക്കെ, പൊരിച്ച എന്ത് കടികളും കാര്യങ്ങളൊക്കെ. അതേപോലെ തന്നെ ആറാമതായിട്ടുള്ളത് മിൽഹ്, ഉപ്പ് കൂടുതലായിട്ട് കഴിക്കാൻ പാടില്ല. അതേപോലെ തന്നെ ഏഴാമതായിട്ടുള്ളത് ജുബുന എന്ന് പറഞ്ഞാൽ ചീസ്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കൂടുതലായിട്ട് കഴിക്കാൻ പാടില്ല. എട്ടാമതായിട്ട് പറയുന്നത് റിയാദത്തുൽ ബദനിയ, ശാരീരികമായിട്ടുള്ള എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ്. എക്സസൈസിനും നമ്മുടെ ശരീരവുമായിട്ടും നമ്മുടെ ആരോഗ്യവുമായിട്ടും നമ്മുടെ മെമ്മറിയുമായിട്ടും വലിയ ബന്ധമുണ്ട്. ഈ എക്സസൈസ് ചെയ്യുന്നതിലൂടെ ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യം സ്ഥിരപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതിലൂടെ നമ്മൾ എക്സസൈസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് കൂടുതൽ ന്യൂട്രിയൻസും അതുപോലെ തന്നെ ഓക്സിജനൊക്കെ കടത്തിവിടാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാൻ നമുക്ക് പുതിയ പുതിയ സെല്ലുകൾ ആവശ്യമായിട്ടുണ്ട്. അത്തരത്തിലുള്ള സെല്ലുകളെ ഈ എക്സസൈസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും കഴിയും. അതുകൊണ്ട് നമ്മൾ എക്സസൈസിനെ കൂടുതലായിട്ട് അധികരിപ്പിക്കേണ്ടതുണ്ട്. പിന്നീട് അവസാനം പറയുന്നത്, എക്സസൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ വലിയ വലിയ എക്സസൈസ്, ബുദ്ധിമുട്ടുള്ള എക്സസൈസ് എടുക്കണം എന്നൊന്നും ആവശ്യമില്ല. മറിച്ച് നടത്തമാണെങ്കിൽ പോലും ഫോർ എക്സാമ്പിൾ ബിന്നസ്ബിലെ ഇംതിഹാൻ എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നടത്തമാണെങ്കിലും അത് തന്നെ നല്ലൊരു ചോയ്സാണ്. അപ്പോൾ വലിയ വലിയ എക്സസൈസ് വേണമെന്നില്ല, നടത്തുന്ന കഴിഞ്ഞാൽ പോലും അത് വലിയൊരു എക്സസൈസ് തന്നെയാണ്. അത് നമ്മുടെ മെമ്മറിയെ നമുക്ക് കൂടുതൽ ഷാർപ്പാക്കാൻ അതിലൂടെ കഴിയും. പിന്നീട് ഇവിടെ നമ്മുടെ വേർഡുകളും അതിൻ്റെ മീനിങ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സസൈസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. നമ്മുടെ നമുക്കറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതിലും വന്നിട്ടുള്ളൂ. ആദ്യം വേർഡുകൾ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ മീനിങ് കൊടുക്കാനുള്ളതാണ്. വേർഡുകൾ ആ ബ്രാക്കറ്റിലുള്ള വേർഡുകൾ, കള്ളിയിലുള്ള വേർഡുകൾ എന്ത് ചെയ്യുക, അഥവാ നമ്മുടെ ആ ബോക്സിലുള്ള വേർഡുകൾ പഠിച്ചു വെക്കാൻ കഴിയുമെങ്കിൽ പഠിച്ചു വെക്കുക. ഇവിടെ എന്നുള്ളത് ചോദിക്കാം, അത്രയ്ക്കും ചോദിക്കാവുന്നതായിട്ട് കണ്ടിട്ടില്ല. ഏതായാലും മിക്സറായിട്ടാണ് ചോദിക്കാറുള്ളത്. അഥവാ ഒരു പാഠം തന്നെ ചോദിക്കലല്ല, എല്ലാ പാഠത്തു നിന്നാണ് ചോദിക്കാറ്. അതുകൊണ്ട് കഴിയുന്നത്രയും വേർഡുകൾ പഠിച്ചു വെക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.